മനസ്സിനൊരു കോഴ്സ് ജോയിൻ ചെയ്യണം, ഒരു ഡിഗ്രി ആവട്ടെ PG ആവട്ടെ. എൻഡ് ഓഫ് ദ ഡേ ആ PGയിൽ നിന്നും മനസ്സിന് ജോബ് ക്രാക്ക് ചെയ്യണം, മനസ്സിൻ്റെ സാലറി ഹൈ ആവണം, പ്രൊമോഷൻ ആവണം, ലൈഫ് സെറ്റിൽഡ് ആവണം. ഇതല്ല എല്ലാവരുടെയും ആഗ്രഹം അല്ലേ? ഇതായിരിക്കും എല്ലാവരുടെ ആഗ്രഹം. നമ്മൾ ഈ വീഡിയോ കാണുന്ന ഓരോരാളുടെ ആഗ്രഹവും ഇതാണ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ടോട്ടൽ സർവീസസ് ഫോക്കസ് ചെയ്തിട്ട് എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് പറയാൻ പറ്റും? ഓക്കെ, സോ ഇവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ മേജർലി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സജഷനാണ്, അതല്ല ഇത്. സർവീസസ്, അതായത് കോഴ്സസും കാര്യങ്ങളും കൊടുത്തിട്ട്, പക്ഷേ ഒരു 50% ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. 50% ഉണ്ട്. അപ്പോൾ ഒരു റേഷ്യോ ആണ് അവിടെ വരുന്നുള്ളത്. പക്ഷേ ഇവിടെ അഷ്യൂർ ചെയ്തിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോളേജ് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ജോയിൻ ചെയ്യണം. അവിടെയാണ് ആദ്യത്തെ കാര്യം. അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ദെൻ സെക്കൻഡ് തിങ്, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഈ വൈൽ ജോയിനിങ് ദ ടൈം, അതായത് നമ്മൾ വൈൽ സ്റ്റഡീസ്, അതായത് ഈ പറയുന്ന പഠിക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ പ്രിപ്പയർ ആവണം ജോബിന് വേണ്ടിയിട്ട്, അതിന് എന്ത് സ്കിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, എന്ത് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് അടുത്ത കാര്യം. ഇതിന് ശേഷം പിന്നെ വരുന്ന കാര്യം എന്താണ്? വൺസ് പ്ലേസ് ആവണം, ഇൻ്റർവ്യൂ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യണം. ഓക്കെ, പിന്നെ പ്രൊമോഷൻ, ലൈഫ് സെറ്റിൽഡ് ചെയ്യണം, കരിയർ സെറ്റിൽ ചെയ്യണം, പിന്നെ കമ്പനി സ്വിച്ചിങ്, പിന്നെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു കോംബോ ആയിട്ട് അറ്റ് ദ പ്രസൻ്റ്ലി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇന്ത്യയിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരുപാട് ഫേംസും കൊടുക്കുന്നത്. ഈ പറയുന്ന പരിപാടിയെല്ലാം കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുന്ന, ഏറ്റവും ജെന്യൂനായിട്ട് കൊടുക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളുടേതാണ് എന്ന് 100% കോൺഫിഡൻസോടെ എനിക്ക് പറയാൻ പറ്റും. എതിർക്കാൻ പറ്റുമോ? അപ്പോൾ റിസർച്ച് ചെയ്തിട്ടുണ്ടോ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്? തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ റിസർച്ച് ചെയ്യണം എത്ര ആളുകൾ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ ഞാൻ ചലഞ്ച് ചെയ്യാണ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയും നമ്മളടുത്ത് വരുന്ന ഓഡിയൻസിനെയും വന്ന് ചോദിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. വി ആർ റെഡി ടു ഗിവ് ആൻസർ. എന്ത് ആൻസേഴ്സ് വേണമെങ്കിലും നമ്മൾ തരാം. എങ്ങനെ സെറ്റിൽ ചെയ്യാം, ഇത് അതർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കമ്പയർ ചെയ്യും. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിക്കുക, അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിനെ വിളിക്കുക, അതർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിക്കുക, ആരൊക്കെയാണ് അവരെ കൊടുക്കുന്നത് അവരൊക്കെ വിളിക്കുക. എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. എന്നിട്ട് ഏതാ ബെസ്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യും. അവിടെ മനസ്സിലാവും ഹൗ ദേ ആർ ആക്ച്വലി ഗോയിങ് ടു